ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ചെടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഒരു സ്വപ്ന സുന്ദരിയെ പരിചയപ്പെടാം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ്. യൂഷ്വലി എൻ്റെ മോർണിംഗ് വാക്കിൻ്റെ ടൈമാണ്. അപ്പോൾ നമ്മൾക്ക് പോകേണ്ടത്, ഞാൻ വാക്കിങ്ങിന് പോണ വഴിയിൽ തന്നെയാണ് ഈ 3-4 വീട് അപ്പുറമുള്ള കളർ ഹൗസ്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും കളർ ഹൗസ് ഫോട്ടോ സ്റ്റുഡിയോ. അവരുടെ വീട്, അവിടുത്തെ ഓമനേച്ചി മുന്നേ അവരോട് അനുവാദമൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ ഹാങ്ങിങ് വിങ്കാസ് അവിടെ കിടന്ന് നമ്മളെ മാടി വിളിക്കാറുണ്ട്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് പേര് ഇതിൻ്റെ അന്വേഷണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം മറുപടി ഇന്ന് പറയാം. ഞാനത് ഓൺലൈനിൽ നോക്കിയിരുന്നു വിത്തുകൾ. നഴ്സറികൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ അത് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൺലൈനിൽ കണ്ടപ്പോൾ ബുക്ക് ചെയ്തു. അതിൻ്റെ കൂടെ സീനിയടിയും പിന്നെ ചെട്ടിപ്പൂവിൻ്റെ ഒക്കെ വിത്തുകൾ ഒന്നിച്ച് കിട്ടി. ഇത് തിരിച്ച് കടുകുമണിയുടെ വലിപ്പത്തിലുള്ളത്. പക്ഷെ 5 വിത്ത് അങ്ങോട്ട് അതിൽ തന്നത്, ആ 5 വിത്ത് മുളച്ചു. അതെല്ലാം 5 വിത്ത് ഇങ്ങനെ അവർ പൊതിഞ്ഞ് ചെറിയ പ്ലാസ്റ്റിക് കൂടിലായിട്ട് ഹാങ്ങിങ് വിങ്ങയുടെ അങ്ങനെ. ബാക്കിയുള്ളതൊക്കെ മറ്റേ വിങ്ങയുടെയും മേടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ തിരിച്ച് ഇന്ന കളറെന്ന് എഴുതി ഒട്ടിച്ച് വേറെ തന്നിരുന്നു. എല്ലാം മുളച്ചു. വളരെ പരീക്ഷണം നോക്കിയതാണ്. ഓമനേച്ചിക്ക് ഐഡിയ എവിടുന്ന ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്? അതും യൂട്യൂബിൽ നിന്ന് കണ്ടത് തന്നെയാണ്. ഞാൻ ഇവിടെ തന്നെ ഇവിടെ ഗാർഡനർ ചോദിച്ചപ്പോ അത് ഇവിടെ അവിടേക്ക് എത്തിയിട്ടില്ല, വന്നിട്ടില്ല. അപ്പൊ ഓൺലൈനിൽ മേടിച്ച് പാകി മുളച്ച് കുറച്ചപ്പോ എല്ലാം മുളച്ചു. എത്ര ദിവസം കൊണ്ട് മുളച്ചു? 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുളച്ചു. അത് കഴിഞ്ഞ് അതിന്റെ ഇലകൾ ഒരു 4-5-6 ഇലയൊക്കെ വന്നപ്പോൾ ഞാൻ തിരിച്ച് ചട്ടികളിലേക്ക് അപ്പൊ തന്നെ പാവി വെച്ചത് വെറുതെ മണല് പാവിയ? അല്ല, മണലെല്ലാം ചകിരിച്ചോറും ഇത്തിരി കമ്പോസ്റ്റും ഇത്തിരി ചാണപ്പൊടിയും. മണലും ഇവിടെ പുഴ മണൽ വേണം, മറ്റേ മണലായ ശരിയാവില്ല. ഇതിന്റെ വിത്ത് വേര് വളരെ ചെറുതായിരിക്കുമല്ലോ. അപ്പൊ അത് ലൂസായി കിടക്കണമെന്ന വെള്ളം വേഗം പോവും വേണം. അപ്പൊ പെട്ടെന്ന് മുളച്ചൊക്കെ വന്നു. പിന്നെ അത് അത്രയും കെയർ ചെയ്തിരുന്നു പോവാണ്ടിരിക്കുക. അങ്ങനെ 5ഉം വളർന്നു കിട്ടി, മുളച്ച് കിട്ടി. ഒരെണ്ണാണ് ശരിക്കും ആദ്യം പോയത്. പിന്നെ 4 ഞാൻ 4 അത് വെച്ചു. പിന്നെ അതിൽ ഒരെണ്ണം പോയത് അതിന്റെ ഇത് ചീഞ്ഞിട്ടാ. അങ്ങനെ ഒരു കേട ഇതിന് വരുള്ളൂ. അതിനാണ് ഈ സ്യൂഡോമോണസ്. ശരിക്കും ഇതിന് അത്ര വലിയ നോട്ട ആവശ്യമില്ലാത്ത ചെടിയാണ്. പക്ഷേ ഈ കട ചെയ്യണ ഒരു ഇതുണ്ട്, വെള്ളധികമായാലും അതിന് ചെയ്യും. അത് അങ്ങനെ ഒരു ചെടി എൻ്റെ പോയി. അതിനാണ് ഈ സ്യൂഡോമോണസ് ഇടണം എന്ന് പറഞ്ഞത്. അത് പിന്നെ 3ഉം നന്നായി വന്നു. പക്ഷെ കളറൊക്കെ അറിയാം, അത് ഉണ്ടായി വരുമ്പോൾ മാത്രമാണ് പൂവിന്റെ കളർ അറിയാം. പക്ഷെ എല്ലാം നല്ല കളർ, ഒന്ന് വെള്ളയും ഒന്ന് മജന്തി ഒന്നൊരു പിങ്കും. പിന്നെ ഉണ്ട് നല്ല കളറുകൾ കുറെ ഉണ്ട്. ഈ പൂവിന്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ആ കളറാണ്. ഇതിങ്ങനെ പൂക്കള് ഞാൻ എടുക്കുമ്പോ അതിന്റെ ഒരു ഭംഗി വേറെ ഇല്ലല്ലോ, ചെടി കിടക്കണേക്കാളും. അകലരായത്തൊക്കെ നമ്മൾ കാണില്ലേ, പക്ഷെ അവിടെ തണുപ്പായ കാരണം നല്ല ഫ്രഷായി നിൽക്കും. നമ്മുടെ അവിടെ ചൂട് വരുമ്പോ പെട്ടെന്ന് ഇതായി പോകും. പക്ഷെ ഇനി ഇതിന് എത്ര രൂപ എങ്ങനെ വില? ഇല്ല, വിത്തിന് അത്ര വലിയ വിലയൊന്നും ഉണ്ടായിരുന്നു. എല്ലാ വിത്തും കൂടി തന്നെ അധികം ആയിട്ടില്ല. 10, 700 രൂപ, 150 അത്രയൊക്കെ ആയിട്ടില്ല. വിത്തിന് വിലയൊന്നും ആയിട്ടില്ല. പിന്നെ ഇപ്പൊ ഇതില് വിത്ത് ഉണ്ടാവും. ഞാനത് ചോദിച്ചു ഇവിടെ ആളോട് എടുക്കാം. അതൊന്നും അതിന്റെ തണ്ടിന്റെ അടിയിൽ ഇങ്ങനെ ഒരു നമ്മൾ ഈ കാശുതുമ്പൊക്കെ കാണില്ലേ, അടിയിൽ ഇങ്ങനെ ഒരു അതുണ്ട്. പക്ഷെ ഇതിന്റെ മറ്റേ ഇവിടെ നിക്കണമെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ വിത്ത് അവിടെ അടുത്തുള്ള ചെടിയിൽ വീണിട്ട് അത് തന്നെ മുളച്ച് വന്നിട്ട് ഞാൻ അതെടുത്ത് മാറ്റി പോയി വേറെ ചെടിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ തല വെച്ചാലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിന്റെ തല വെച്ചാണ്ടാവും. ഇതിനീ പറഞ്ഞത് ഇതിന്റെ പുതിയ ചെടി ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ മുകളിൽ മുളച്ച് വരില്ലേ ചട്ടിയില്, ഹാങ് ചെയ്ത് കിടക്കണതല്ല, അതിന്ന് എടുത്തിട്ട് വെക്കാനാ പറഞ്ഞിരിക്കണേ. പോവാണ്ട് നോക്കണമെന്നുണ്ട്. ചെടി മേടിക്കുമ്പോ അവര് ഭയങ്കര വിലയാ പറയാം. ചെടി 160 ആയിട്ട് നമുക്ക് സെയിലിന് ഉണ്ടായിരുന്നു. 5-6 ഇലയൊക്കെ ആയപ്പോ മണ്ണ് നിറച്ച് അതിൽ വെച്ചു. മണ്ണ് നിറയ്ക്കണേല് മണല് ചാണപ്പൊടി, മണല് കിട്ടാല്ലെങ്കിൽ ഇത്തിരി ചകിരിച്ചോറും അധികം വേണ്ട. പിന്നെ ചകിരിച്ചോറും പിന്നെ ഇത്തിരി കമ്പോസ്റ്റും. ഒരു എല്ലുപൊടിയൊന്നും അപ്പിട്ടില്ല. പിന്നെ വലിയ ചെടിയായി ഇട്ടില്ല. പിന്നീട് ഇത്തിരി വലുതായി ഒക്കെ ആയി വന്നപ്പോഴാണ് പിന്നെ എല്ലുപൊടി ചാണപ്പൊടി ഇത്തിരി മിക്സ് ചെയ്ത് 2-3 മാസമൊക്കെ വന്നപ്പോൾ ഇത്തിരി വളം പോലെ ഇട്ട് കൊടുത്തത്. പിന്നെ വെള്ളം വാർന്ന് പോകണം. അതുകൊണ്ട് ചട്ടിയുടെ ഡ്രൈനേജ് അതിൻ്റെ ഹോളിൽ നല്ല ഓടാ, അല്ലെങ്കിൽ അടിയിൽ ചിലൊരു മെറ്റലിടണതാണ്. പക്ഷെ ഞാത്തിരുന്നതിൽ അത് പറ്റില്ല, വെയിറ്റ് കൂടില്ല. ഹാങ് ചെയ്യണതാകുമ്പോഴേ കഴിവതും വെയിറ്റ് കുറയ്ക്കണതാണ് നല്ലത്. അതിനെ പെട്ടെന്ന് വീഴുവെല്ലാം ചെയ്താൽ ബുദ്ധിമുട്ടാവില്ല.
അപ്പോൾ ഡ്രൈനേജിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഓടിൻ്റെ മുറി ഏതെങ്കിലും ഹോൾ ഇത്തിരി വലുതാക്കി ഇട്ട് അതിന് ശേഷം ഈ മണ്ണൊക്കെ നിറയ്ക്കണം. അത് ഈ മിക്സ് പിന്നെയാണ് നിറയ്ക്കുക. ഓടിൻ്റെ മുറി നല്ലോണം അടിയിലിട്ടിട്ടുണ്ട് വെള്ളം സുഖമായിട്ട് പോകാനായിട്ട്. ഒട്ടും കെട്ടി നിൽക്കാൻ പാടില്ല, കെട്ടി നിന്നാൽ പെട്ടെന്ന് ചെയ്യും. ആ ഒരു അസുഖമാണ് സാധാരണ ഈ ചെടി കണ്ടുവരുന്നത്. അതിന് സ്യൂഡോമോണസ് മിക്സ് ചെയ്യും. അപ്പം ഇത്രയും ചെയ്തേക്കണേ. പിന്നെ പ്രൂൺ ചെയ്ത എപ്പോഴെങ്കിലും ചെയ്തിട്ടില്ല, ഇനി ഒന്ന് ചെയ്ത് നോക്കണം എന്നുണ്ട്. അതിന് മുമ്പ് പൂവിന്റെ ഭംഗി കാണുമ്പോ ഇപ്പൊ പ്രൂൺ ചെയ്യാൻ തോന്നുന്നില്ല. പൂ മാത്രല്ല അതിന്റെ ഒരു ഇത് ഇപ്പൊ കറക്റ്റ് ആണ്. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ തലയൊന്ന് വെച്ച് നോക്കണം. ഉണ്ടായി തുടങ്ങിയപ്പോ പിന്നെ ഓൺലൈനിൽ മേടിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ ഓക്കെ, താങ്ക് യു അമ്മനേച്ചി. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓൺലൈനിൽ ചെടി വാങ്ങുന്നതിനുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. എൻ്റെ മോർണിംഗ് വാക്ക് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കണ്ട ഒരു ഹൃദയഭേദകമായൊരു കാഴ്ച കൂടി നിങ്ങളെ കാണിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ചെറുതായി ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ ആ ചെടികളെ രക്ഷപ്പെടുത്തായിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ മോർണിംഗ് വാക്കിന് വന്നപ്പോഴും ഇത് ചിരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആരുടെയൊക്കെയോ അശ്രദ്ധ മൂലം അതിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള ചെടികളെക്കുറിച്ചോ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹമുള്ള ചെടികളെക്കുറിച്ചോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ അതിനെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വിശദീകരിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.